ഇന്നത്തെ കണ്ടന്റ്, ഇന്ന് എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞാപ്പൂനെ അടിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടില്ലേ? അപ്പൊ എല്ലാവരും ചേർന്നിട്ട് ഒരിക്കൽ കൂടി നല്ല കിടെല്ലാം കയ്യടി പ്ലീസ് എല്ലാവരും. ഓക്കെ, നമുക്കതാ കൊമ്പങ്കാട് പോയ അസ്സലാമു അലൈക്കും. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ, ക്രിസ്മസ് രണ്ടുണ്ടാകും. ഓക്കെ, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മാജിക് ലൈഫ് ഷൂസ് ഗാലറിയുടെ നമ്മുടെ ഡയറക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് സന്തോഷം. ഈ മാജിക് ലൈഫ് ഷൂസിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മുത്തുമണികളെല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ അതിനെ നന്ദി പറയണം ഇതിന്റെ മാനേജ്മെന്റിനോട്. കാരണം തിരൂര് ഈ ഒരു ജംഗ്ഷനിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് നന്ദി. കളക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള അഭിപ്രായമൊക്കെ പറയാം. എന്തായാലും അങ്ങനെ കണ്ടാൽ തന്നെ പൊളിയാണെന്നുള്ളത് മനസ്സിലായി. തീർച്ചയായും ഒരുപാട് നമ്മളിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകളാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കുഞ്ഞാപ്പൂനെ അതുപോലെ തന്നെ നമ്മുടെ കൊമ്പങ്കാട് കോയക്കാരെ കണ്ടില്ലേ? സന്തോഷമായ എല്ലാവർക്കും? കൊമ്പങ്കാട്ടിൽ നിന്ന് ഒരാളും കൂടി ഉണ്ട് ഈ സ്റ്റേജിൽ. അതറിയോ? ക്രിസ്മസ് അപ്പൂപ്പ. അതാണ് മോൾട്ടി. അപ്പൊ ഒരാളല്ല, മോൾട്ടിനെ കണ്ടില്ലേ? സൈനാത്ത വൈറലാക്കിയത് തന്നെ. തീർച്ചയായും ഇവിടെ എല്ലാവരും സൈനാത്തയാണോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, മോൾട്ടിയാണ്. ലബീബാണ് മാറ്റാൻ ആവണുള്ളൂ. ഒരു 2-3 വീഡിയോയിലും കൂടെ വരുന്നു. അപ്പൊ ആവും. സൈനാത്താരെ കൊടുത്തിട്ടില്ല. ആരായി കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മളെ കോയക്കാരെ കുഞ്ഞാപ്പൂന്റെ ഫാൻസ് മാറുന്നത് കൈയടിച്ചേ. ഓക്കെ, അടിപൊളി. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഷിക്കു നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ഷിക്കുവിന്റെ മിമിക്രി കേൾക്കണം. റെഡിയല്ലേ? ഓക്കെ, എന്തായാലും അടിച്ചു പൊളിച്ചിട്ടേ പോണുള്ളൂ. പോരെ? തുടങ്ങുക. അപ്പോ മാന്യ സദസ്സിന് വന്ദനം. വേദിയിൽ നിൽക്കുന്ന അധ്യക്ഷൻ, മധ്യത്ത് നിൽക്കുന്ന അധ്യക്ഷൻ, തുടങ്ങിയോ? സൈഡിൽ നിൽക്കുന്ന സൈഡക്ഷനോ പറ്റി. അപ്പോ അങ്ങനെ തന്നെ പറയലൊക്കെ പ്രസംഗിച്ചാൽ ഇവരോട് നന്ദി പറഞ്ഞാൽ മതി. നന്ദി പറഞ്ഞാൽ നന്ദി. അപ്പൊ വെറുതെ അടി വേണോ? ആണോ? വേണ്ടടാ, സുഖമില്ല ആൾക്ക്. പനിയാ. അടി കിട്ടി വച്ചാതൊന്നും ഉണ്ടാക്കുന്നു. അപ്പൊ കളറൊക്കെയല്ലേ? ഇവര് ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? ഏത് വീഡിയോ ആണ് ഏറ്റവും ഇഷ്ടം? ഇപ്പൊ നിങ്ങൾ ഓർമ്മിച്ച് നിൽക്കണ ഒരു വീഡിയോ ഉണ്ടാവില്ല, അത് ഏതാണ്? പറമ്പൂച്ചി വന്ന് ചാടി അടിച്ചു. അടിയാണ് ഞങ്ങൾക്ക് മെയിൻ എന്നുള്ളതാണ് ഇവരൊക്കെ പറയണത്. അപ്പൊ ഇന്ന് നമുക്ക് അടി വേണ്ടല്ലോ, പാവല്ല. ഇന്നത്തെ ദിവസം നമുക്ക് അത് മാറ്റിയെടുക്കാം. അടി വേണ്ടല്ലോ. അമ്മമാരൊക്കെ പറയും വേണ്ടല്ലോ. ഐറ്റം വേണ്ടെന്ന്, ഇവർക്ക് വേണമെന്നോ? ഇവര് എമ്മമാര് സത്യം പറഞ്ഞാലും വേണ്ടെന്നെ പറച്ചില്. ഇതിനോടൊക്കെ പറച്ചില് എന്തിനാ ഇങ്ങനെ തല്ലുന്നു അതിന്റെ ചേരുമൊക്കെ അങ്ങനെ പറച്ചില്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നല്ലേ നമുക്ക് മനസ്സിലായി. പക്ഷെ ഇവർക്കുണ്ടല്ലോ, ഇവർക്ക് കേട്ടോ കൊടുത്തു പോയാക്കാണ്. നോക്കാണെങ്കിൽ കൊടുത്താലോ, ഒന്നും കൊടുത്താലോ? വേണ്ട. നിങ്ങളെ പറ്റിയാളൊന്നും നിങ്ങൾ തല്ലില്ലേ? ഉണ്ടോ? ചാടി അടിക്കലില്ല. അപ്പൊ ഓരോ പോക്ക് ഓരോ സ്റ്റൈലാണ്. അത് മനസ്സിലായി. ചെറിയൊരു കരാട്ടക്കാരൻ അത് നിങ്ങളൊന്നും കാണുന്നില്ലോ. നേരിട്ട് ഓരോന്നും കാട്ടിയെടുത്താൽ ചാടി അടി കുട്ടിയാണല്ലോ തന്റെ ഇതിന്റെ കുഞ്ഞാപ്പോളെ നമുക്കറിയാം നമ്മുടെ ചിക്കു, നമ്മുടെ കുഞ്ഞാപ്പൂ അല്ലേ? ആളൊരു അടിപൊളി മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. നമ്മുടെ കുതിരവട്ട പപ്പുച്ചേട്ടന്റെ സൗണ്ട് ഒക്കെ അപ്പാരമായിട്ട് എടുക്കും. കേൾക്കണ്ടേ? നമുക്ക് വേണ്ടിട്ട് അപ്പൂപ്പൻ നമ്മളൊരു വേഷം കെട്ടിക്കഴിഞ്ഞാല് ചെണ്ട കുട്ടടാ.
അപ്പൊ മിമിക്രി കേൾക്കണ്ട ആദ്യം അല്ലേ? അങ്ങനെയാണെങ്കിൽ നല്ലൊരു കച്ചേരി ആദ്യം കാട്ടുന്നു. ഏത് പാട്ട്? ഒരാ മറ്റേ പാട്ട് പാടാനാണ്. ആ ക്രിസ്മസ് ദിനത്തിലെ വീറന്നൊരു യേശു. ഇതിപ്പോ തൽക്കാലം ഇത് കേൾക്കും. ആദ്യം നമുക്ക് മിമിക്രി കേൾക്കാം. നമ്മളിങ്ങനെ അടിച്ച് പൊളിച്ച് അങ്ങനെ പോവല്ലേ? പോവാണ്. ആരെന്ന് പറഞ്ഞ പപ്പൂന്റെ വയസ്സ് റെഡി. ദാസപ്പൂ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചു. എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. എന്താണായി? വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തിരിഞ്ഞ അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ. ആയുസിന്റെ ബലം കൊണ്ടാ 4 തകിട് കുഴിച്ചിട്ടുണ്ട്. എന്റെ തകിടത്ര മോശമല്ല. കൊല 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 താമരശ്ശേരി ചൊലോ. താങ്ക് യു കയ്യടി പോരട്ടെ. പിന്നെ ഗോയക, സത്യം പറഞ്ഞാല് ഞാൻ ഇവിടെ വന്നപ്പോ തുടങ്ങി പലരും പറയുന്നുണ്ട് നമ്മുടെ ജാൻമണിയിലെ ആ എനിക്ക് പോണം ആ ഒരു സംഭവം. എനിക്കിപ്പോ തന്നെ പോകണം. അത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്താണ്. അപ്പൊ ഒന്നും കൂടെ നമ്മുടെ അടിയില്ലാതെ അടി വേണ്ട, അടിക്ക് ഇതില്ല പറഞ്ഞാ പോലെ. ഞാൻ ജയിക്കുന്നു. ആ ഡയലോഗ് നമ്മൾ പറഞ്ഞാലോ? സപ്പോർട്ട് ചെയ്യോ? എന്നാ സൗണ്ട് ഇല്ലാതെ കേട്ടി റെഡിയാ? ആവത്തെ റെഡി കേട്ടോ. കൊമ്പങ്കാട് കോയ വാതില് തുറക്കേ. ഇന്നേക്ക് വെള്ളിയാഴ്ച അതന്നെ പറഞ്ഞു, വാതില് തുറക്കേന്ന്. ജുമാക്കൊക്കെ നേരായി. കൊണ്ണ് എന്റെ രക്തത്തിൽ കുടിച്ച് ഒപ്പനിടാൻ സാധ്യത. എന്റെ ഉമ്മ കുറ്റിപ്പുള്ളിയെ സൈന്യം വിചാരിച്ചു നടന്നില്ല. പിന്നെ ലജ്ജ് എനിക്ക് പോണം. എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. പോരെ നല്ലൊരു പൊടിക്കുകയാണ്. കൊടുക്കാത്ത സങ്കടം. നല്ലൊരു കയ്യടി അടിച്ചാ. ഒരാള് പറയുന്നു സരസ്വ പാട്ടല്ലേ? പാട്ട് പാടാൻ പോയിക്കുന്ന ആൾക്കാർ അതിന്റെ ബാക്കിൽ നിൽക്കുന്നു. ആ നമ്മള് പാടും. അത് മാത്രം പോരല്ലേ നമുക്ക് ഡാൻസോ? ഡാൻസ് ഒന്നും ഉണ്ടാവില്ല. ഓന് സുഖല്ല. ഞാനൊരു കാര്യം എപ്പം പാടുന്നു. ഞാൻ പാടിപ്പം പാടും. കേട്ടോ. കൊമ്പനാട് പോയ അവളിപ്പത്തിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടണേ, കൊമ്പത്തിരുന്ന് പാടണേ. അതാണ് നിങ്ങൾ കയ്യടി അടിച്ചോളൂ. പിന്നെ നമുക്ക് പാട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ 10 ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഒരുപാട് സമ്മാനങ്ങളാണ് മാജിക് ടേസ്റ്റ് ഗാലറിയുടെ ഈ ഒരു ഇനോഗ്രേഷന്റെ ഭാഗമായിക്കൊണ്ട് ഒരുക്കിയിട്ടുള്ളത്. 5000 രൂപക്ക് മുകളിൽ പാച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാരും കൂപ്പണായിട്ടിട്ടില്ലേ? അപ്പൊ ആരൊക്കെയായിരിക്കും 10 ഭാഗ്യശാലികൾ എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. നല്ല കുതുക്കി കൃഷ്ണസത്യത്തിന്റെ മടി വേണമല്ലോ. ഇത് തുറക്കണം. തുടങ്ങിയല്ലേ? ഇതിനെ തന്ന പോലെ ഫസ്റ്റ് പ്രൈസ് എന്താണ്? ഫസ്റ്റ് പ്രൈസ് അല്ല, നമ്മൾ 10 പേർക്ക് ആകർഷകമായ സർപ്രൈസ് ഗിഫ്റ്റുകളാണ് കൊടുക്കാൻ പോകുന്നത്. ഒന്നും നോക്കണ്ട. ആദ്യമ പേര് എഴുതിയില്ല. തിരിച്ചുടി അങ്ങനെ മാജിക് പ്ലേസ് അത് കറണ്ട് പേരാണ്. അതല്ല അടിയില് ലക്കി ഡ്രോ. അതിന്റെ അടിയില് അൻസി. അൻസി
AS അൻസിൽ. അത് വായിച്ചോക്കെ അതിനാണ് പെൻസിൽ അല്ലത് അൻസിൽ. അൻസിൽ. ലാസ്റ്റ് നമ്പർ വരുന്നത് 861. അൻസിൽ. അൻസിലിന് നല്ലൊരു കൈ കൊടുക്കാം. 28 വികസനം കയറിക്കോ. ഇനിയിപ്പോ അതിന്റെ സ്റ്റെപ്പ് ഒന്നും നോക്കണ്ടത്. ആ ഞാൻ തരിക നല്ലത് പേര് 16. പോരെ, പോരെ. എടുക്കട്ടെ. ആ തെസ്നീഖാനോ മനാഫ് മന്നാനാഫോ മനാഫാണ്. ഫോൺ നമ്പർ ലാസ്റ്റ് 9232. മനാഫ് ഉണ്ടോ? താനാളൂരോ എന്ന സ്ഥലമുണ്ടോ? താനാളൂർ ഉണ്ടോ? മനാഫ് ഉണ്ടോ? മനാഫ് താനാളൂര്. അപ്പൊ നമ്മള് ആളിവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മള് വിളിച്ചറിയിക്കാം അല്ലെ? നെക്സ്റ്റ് ഓക്കെ. നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാർ ഒറ്റ മത്സരം പറഞ്ഞത്